അപ്പോൾ ഈ സ്ഥലം പള്ളിവാസൽ മൂന്നാറാണ്. ഈ കാണുന്നത് ഡച്ച് അമരിലിസ് എന്നറിയപ്പെടുന്ന ലില്ലി ചെടികളാണ്, അത് അല്ലെങ്കിൽ ഉള്ളിച്ചെടികൾ. അമരിലിസ് എന്ന് വിളിക്കുന്നുണ്ടെങ്കിലും അമരിലിസ് ജനസിൽപ്പെട്ട ചെടികളല്ല ഇവ ആക്ച്വലി ഹിപ്പേസ്ട്രം ജനസിൽപ്പെട്ട ചെടികളാണ്. അപ്പോൾ ഇതിൽ ഫുള്ള് റെഡ് കാണുന്നത് ഹിപ്പേസ്ട്രം ജോൺസോണി. ഇനി ആ ഒരു റെഡിൽ ഡിസൈൻ ഉള്ളത് ഹിപ്പേസ്ട്രം കൊറിയൻസോ ആണെന്നാണ് തോന്നുന്നത്. അമരിലിസ് ശരിക്കും സൗത്ത് ആഫ്രിക്കൻ വെറൈറ്റീസ് ആണ്, പക്ഷേ ഹിപ്പേസ്ട്രം ഒരു സെൻട്രൽ സൗത്ത് അമേരിക്കൻ വെറൈറ്റിയാണ്. അപ്പോൾ മൂന്നാർ പള്ളിവാസലിലെ ടെമ്പറേച്ചർ മോഡറേറ്റ് ആൻഡ് കൂൾ ടെമ്പറേച്ചറും പിന്നെ നല്ല ഡ്രെയിൻഡ് ഫെർട്ടൈൽ സോയിലും ആയതുകൊണ്ടാണ് ഇതിവിടെ കൂടുതലായും വളരുന്നത്. ഇവയുടെ വേറെ കളേഴ്സ് വരുന്നത് പിങ്ക്, വൈറ്റ്, ഓറഞ്ച്, പിന്നെ മൾട്ടി കളേർഡ് ആയിട്ടുള്ളതും ഉണ്ട്. ഇത് ഗാർഡനേഴ്സിൻ്റെ ഇടയിൽ ഒരു ഫേവറേറ്റ് ചെടിയാണ്, കാരണം ഇതിൻ്റെ ഫ്ലവർ ആഴ്ചകളോളം കൊഴിയാതെ നിൽക്കും, പിന്നെ ഈസി ആയിട്ട് വളർത്താം. അതുകൂടാതെ ബ്രൈറ്റ് സ്ട്രൈക്കിംഗ് ഫ്ലവേഴ്സ് ആണ് ഇതിനുള്ളത്. പിന്നെ ഇതിൻ്റെ കൾച്ചറൽ സിഗ്നിഫിക്കൻസ്, ഇത് സ്ട്രെങ്ത് ആൻഡ് റെസിലിയൻസ് സിംബിളൈസ് ചെയ്യുന്ന ഒരു ഫ്ലവറാണ്. വിക്ടോറിയൻ ടൈംസിൽ ഇത് ലവ്, ബ്യൂട്ടി ആൻഡ് ഡിറ്റർമിനേഷൻ സിംബിളൈസ് ചെയ്യുന്ന ഒരു ഫ്ലവർ ആയിരുന്നു. ഇതൊക്കെ കൂടാതെ വേറെയും കൾച്ചേഴ്സിൽ ഇത് ലക്കും പ്രോസ്പെരിറ്റിയും ഒക്കെ കൊണ്ടുവരുന്ന ഒരു ഫ്ലവറാണ്. ഒരു ഓർണമെൻ്റൽ പ്ലാന്റിന് പുറമെ ഇതിന് ഒരുപാട് മെഡിസിനൽ വാല്യൂസും ഉണ്ട്. ഈ പ്ലാന്റിൻ്റെ കിഴങ്ങ് അല്ലെങ്കിൽ പൾപ്പ് സെഞ്ച്വറീസ് ഓൾഡ് ട്രഡീഷണൽ മെഡിസിനിൽ യൂസ് ചെയ്ത് വരുന്നു. ലൈക്കോറിൻ ഉൾപ്പെടെയുള്ള വിവിധ തരം ആൽക്കലോയിഡ്സ് ഉള്ളത് കാരണം ഇത് റെസ്പിറേറ്ററി ഇഷ്യൂസിനും സ്കിൻ ഇറിറ്റേഷൻസിനും ഒക്കെ ചികിത്സിക്കാനായിട്ട് ഉപയോഗിക്കുന്നു. പക്ഷേ ലൈക്കറിൻ നേരെ കഴിച്ചിട്ടുണ്ടെങ്കിൽ അത് ടോക്സിക് ആണ്, അത് വഴി മരണം വരെ ഉണ്ടാകാം. ഇതിൽ പിന്നെ ഒരുപാട് വൈറ്റമിൻസും മിനറൽസും അടങ്ങിയിട്ടുണ്ട്. സ്വീഡിഷ് ബയോളജിസ്റ്റും ഫിസിഷ്യനുമായ കാൾസ് ലിനേയസ് ഹെർബായിട്ട് ക്ലാസിഫൈ ചെയ്ത് ഹിപ്പേസ്ട്രം എന്ന ജനസിൻ്റെ പേര് ഡിസ്ക്രൈബ് ചെയ്തത് 17th സെഞ്ചുറിയിലാണ്. ഇപ്പോൾ ഈ കാണുന്ന പിങ്ക് ഹിപ്പേസ്ട്രം റെറ്റിക്കുലാറ്റം എന്ന ഫ്ലവറാണ്. ഫ്ലവർ എടുത്തേക്കുന്നത് പള്ളിവാസലല്ല, കുറുപ്പുംപടിയാണ്. ഈ കാണുന്നതാണ് റെഡിൻ്റെ ഇല. ഇത് വളരെ നോർമൽ ആയിട്ടുള്ള ഒരു പച്ച ഇലയാണ്, പക്ഷെ പിങ്കിൻ്റെ ഇല വരുമ്പോഴേക്കും നടുക്കേക്കടെ ഒരു സ്ട്രൈപ്പ് പോകുന്നുണ്ട്. ഈ കാണുന്ന പോലെ ഒരു സ്ട്രൈപ്പ് പോകുന്നുണ്ട്. അപ്പോൾ ഈ ചെടിയെക്കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽസ് കിട്ടുകയാണെങ്കിൽ അത് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കും. അതുകൂടാതെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക.